സുരേഷ് ഗോപിക്ക് ഒരു കാര്യം വേണമെങ്കിൽ ചെയ്യാം. ഒരു 10-30 കോടി രൂപ മുടക്കിയിട്ട് തൃശ്ശൂർ MP SG എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ പിടിക്കാം. SG അഥവാ തൃശ്ശൂർ MP എന്ന് പറഞ്ഞൊരു സിനിമ പിടിക്കാം. അത് ചിലപ്പോൾ സൂപ്പർ ഹിറ്റായി എന്ന് വരും. എന്തുകൊണ്ടാണ് അതിന് വേണമെങ്കിൽ ഞാൻ തിരക്കഥ എഴുതാം. അല്ല, അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അപ്പോൾ പടം പിടിച്ചാൽ മാത്രമല്ല, ജയിക്കാൻ യാതൊരു സാധ്യതയില്ല. ഉറപ്പാണ്. അവർ ഐതിഹ്യത്തിൽ വിശ്വസിക്കുന്നത്. അപ്പോൾ പരശുരാമൻ മഴി എറിഞ്ഞ് അറബിക്കടലിൽ നിന്നുണ്ടാക്കിയ ഭൂമി ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു എന്നാണ്. അപ്പോൾ ഇവിടെയുള്ള ഭൂമി മുഴുവൻ ബ്രഹ്മസത്തിൻ്റെയാണ്, ബ്രാഹ്മണരുടെയാണ്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ ഭൂമിയും ബ്രാഹ്മണർക്ക് കിട്ടാൻ വേണ്ടി, അതായത് പരശുരാമൻ അനുഗ്രഹിച്ച ബ്രാഹ്മണർക്ക് മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് കൃഷ്ണരാജ് ഒരു കേസ് കൊടുക്കട്ടെ. പക്ഷേ യോഗി ആദിത്യനാഥ് ഭരണാധികാരിയായത് അയാളിപ്പോൾ കാക്കി പാൻറ്റും വെള്ള ഷർട്ടും ഇട്ടിട്ട് ഭരണാധികാരി കസേരയിൽ ഇരുന്നാലും ഇതിലപ്പുറം പറയുകയോ ചെയ്യുകയോ ചെയ്യില്ല. കാരണം അയാളുടെ അടിസ്ഥാന പ്രശ്നം ഗോഡ്സയെ വാർത്തെടുത്ത പാഠശാലയിലാണ്, ഹിന്ദുത്വ താലിബാനിലാണ് അയാൾ പഠിച്ചു വളർന്നത് എന്നുള്ളതാണ് അയാളുടെ പ്രശ്നം. പല ആളുകൾക്കും മനുസ്മൃതി എന്താണ് മനു വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. മനു വ്യക്തമായിട്ട് ഒരു ഒളിമറവും ഇല്ലാതെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ആളാണ്. RSSകാരെ എപ്പോഴെങ്കിലും ഒളിമറവില്ലാതെ ഒരു കാര്യം സമ്മതിക്കും. അവർ പറയുമോ ചാതുർവർണ്ണ്യാധിഷ്ഠിതമായ ധർമ്മവ്യവസ്ഥയാണ് ഞങ്ങൾ അഭിലഷിക്കുന്ന രാജ്യം എന്നവർ പറയുമോ? ഗോഡ്സെ ഹിന്ദുരാഷ്ട്രവാദിയായിരുന്നു, ഞങ്ങളും ഹിന്ദുരാഷ്ട്രവാദികളാണ് എന്ന് അവർ പറയുമോ? പറയാത്ത തന്തയില്ലാത്തതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യയശാസ്ത്രം എൻ്റെയാണ് എന്ന് പറയണമെങ്കിൽ എനിക്കൊരു തന്തയുണ്ടാവണം. അതില്ല. ഫാഷിസത്തിന് തന്തയില്ല. അതാണ് ഫാഷിസത്തിൻ്റെ പ്രത്യേകത. അവരെപ്പോൾ വേണമെങ്കിൽ അപ്പനെ മാറ്റും. മണിപ്പൂർ പ്രശ്നം പറഞ്ഞപ്പോൾ എന്താ സുരേഷ് ഗോപി പറഞ്ഞത്? അവിടെ ആണുങ്ങൾ നോക്കിക്കൊള്ളുന്നല്ലേ? അതെ അല്ലേ? അതെ. അപ്പോൾ ഇവിടെ ആണുങ്ങൾ നോക്കാണ്ടെന്ന് ക്രിസ്ത്യാനികളിൽ ആണുങ്ങളുണ്ട്. സുരേഷ് ഗോപി മാത്രമല്ല ആണ്. തന്തയ്ക്ക് പിറന്നവൻ ആവണം എന്ന് സിനിമയിൽ പറയുന്നുണ്ട് സുരേഷ് ഗോപിയുണ്ട്. തന്തയ്ക്ക് പിറന്ന ആൾ സുരേഷ് ഗോപി മാത്രമല്ല. ക്രിസ്ത്യാനികളുടെ ഒരു രീതി ഞാൻ പറയാം. അപ്പോൾ അവരുടെ ബിഷപ്പ് സുരേഷ് ഗോപിയുടെ കൂടെ വേദി പങ്കിടും. വേദി പങ്കിട്ടിട്ട് ഇതേ ബിഷപ്പ് അവരുടെ രഹസ്യ യോഗത്തിൽ പറയും, ഞാൻ വേദി പങ്കിട്ട് വെച്ചിട്ട് നിങ്ങൾ വോട്ട് ചെയ്യണ്ട. ഞാൻ വേദി പങ്കിട്ടതിന് വേറെ കുറേ കാരണങ്ങളുണ്ട്. അതിപ്പോൾ നിങ്ങളോട് പറയാൻ പറ്റുന്നതുകൊണ്ട് പറയാൻ പറ്റാത്തതുണ്ട്. എന്തായാലും വോട്ട് അയാൾക്ക് ചെയ്യണ്ട. ഞാൻ എന്തായാലും അയാൾക്ക് വോട്ട് ചെയ്യില്ല. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മോടൊപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ തന്നെയാണ്. വിശ്വബദ്ധാനന്ദ ശക്തിബോധി സ്വാമിയാണ്. സ്വാമി നമസ്കാരം. നമസ്കാരം. നമ്മളിപ്പോൾ ഈ കാണുന്നതേ അമ്പലമാണ്, വടക്കുംനാഥ ക്ഷേത്രം. അതെ. തൃശ്ശൂർ സുരേഷ് ഗോപി എടുക്കും എന്ന് പറയുന്നുണ്ട്. ഇത്തവണ എടുക്കുമെന്ന് എൻ്റെ ചോദ്യം. എടുക്കില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കില്ല എന്നങ്ങ് പറയാൻ കാരണം? എടുക്കില്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉത്തരേന്ത്യൻ രാഷ്ട്രീയം, ഹിന്ദുത്വ രാഷ്ട്രീയം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു വൈകാരികമായ ഒരു തരംഗ സ്വഭാവം ഉണ്ടല്ലോ. ആ തരംഗ സ്വഭാവം ഒരിക്കലും കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഏൽക്കില്ല. താങ്കൾ പല സമയത്തൊക്കെ ശരിക്കും രാഷ്ട്രീയ നിരീക്ഷിക്കുന്ന ഒരു മനുഷ്യനാണ്. അതെ. ശരിക്കും തൃശ്ശൂർ രണ്ട് തവണയാണ് പയറ്റിയിട്ട് ഒരു കാരണവശാലും ജയിക്കില്ല എന്ന് പറയുന്ന സ്ഥലത്ത് ജയിക്കും എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് തൃശ്ശൂർ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ടെന്ന് തൃശ്ശൂർ സുരേഷ് ഗോപി. അത് കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതിന് കുറേ കാരണം ഞങ്ങളെ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളാണ്. കാരണം മാധ്യമങ്ങൾ ഇപ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂലിക്ക് തന്നെ പണിയെടുക്കുന്ന ഒരു വിഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ മമ്മൂട്ടിയുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഒരു 20 കോടി രൂപ തരാം, നമുക്ക് ഒരു RSS നേതാവിൻ്റെ ജീവചരിത്രം പറയുന്നൊരു സിനിമയുണ്ട്, അഭിനയിക്കുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അദ്ദേഹം ഞാൻ അഭിനയിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു എന്ന് വരും. അതിൻ്റെ അർത്ഥം മമ്മൂട്ടിയുടെ പൊളിറ്റിക്സ് BJPയിലേക്ക് മാറി എന്നല്ല. കുറച്ച് സൗണ്ടിൽ സംസാരിക്കാം. അല്ല, അതന്നെ, മമ്മൂട്ടിയുടെ പൊളിറ്റിക്സ് BJPയിലേക്ക് മാറി എന്നല്ല അതിൻ്റെ അർത്ഥം. അതാണ്. അതുപോലെ മാധ്യമങ്ങൾ കാശ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സുരേഷ് ഗോപി ജയിച്ചു എന്ന് പറയൂ എന്ന് പറഞ്ഞ വാർത്തയ്ക്ക് ഇത്ര രൂപ തരാമെന്ന് പറഞ്ഞാൽ ഇത്ര രൂപ തരാം എന്ന രീതിയിൽ അവർ സുരേഷ് ഗോപി ജയിക്കുമെന്ന് ജനങ്ങൾ പറയുന്നു എന്ന് പറയും. ഇപ്പോൾ നമ്മൾ TV ചാനലിലൊക്കെ പറയും. ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കറൊക്കെ സംസാരിക്കുമ്പോൾ പറയും ജനങ്ങളുടെ അഭിപ്രായം. ജനമെന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് ജയശങ്കർ അല്ലല്ലോ, ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പാനൽ ചർച്ചയിലിരിക്കുന്ന 4 ആളല്ലല്ലോ. ഒരിക്കലുമല്ല. ഇവിടെ നവകേരള സദസ്സിൽ 10,000 കണക്കിന് ആളുകൾ പങ്കെടുത്തു.
ഈ ഓരോ സദസ്സിലും നമുക്കത് എണ്ണി തിട്ടപ്പെടുത്താൻ പോലും കഴിയാത്ത അത്ര വ്യാപകമായ ജനപിന്തുണ കിട്ടിയതാണ്. പക്ഷേ ജനങ്ങൾ പിണറായിക്ക് എതിരാണെന്ന് ഏഷ്യാനെറ്റ് ചാനലിലിരുന്ന് ജയശങ്കർ പറയുമ്പോൾ ഈ 10,000-കണക്കിന് ആളുകൾ ജനങ്ങളല്ലടോ എന്ന് ചോദിക്കാനുള്ള ഒരു ധാർമ്മികത, ഒരു സ്വാഭാവിക ധാർമ്മികത പോലും നഷ്ടപ്പെട്ട ഒരു പണാധിപത്യത്തിൻ്റെ അടിമകളായ മാധ്യമങ്ങളാണ് ഇവിടെ ഉള്ളത്. അവർ സുരേഷ് ഗോപി ജയിക്കും എന്ന് പറയും, പക്ഷേ ജനം വോട്ട് ചെയ്യില്ല. ജനം വോട്ട് ചെയ്യില്ലെന്ന് ഉറപ്പാണ്. പിന്നെ സ്ഥിരം അവർക്ക് വോട്ട് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്. താങ്കൾ ഇപ്പോൾ അറിഞ്ഞിരിക്കുമോ എന്നറിയില്ല, റെയിൽവേ സ്റ്റേഷനിൽ ചട്ടി വരെ കൊടുത്ത് എന്താണ് പക്ഷികൾക്ക് ചട്ടി വരെ കൊടുത്ത് അത്തരം രീതിയിലേക്ക് വരെ താഴെ തട്ടയിൽ വരെ അത് അണികൾ പറയുന്നത് താഴെ തട്ടിൽ വരെ പണിയെടുക്കുന്നുണ്ടെന്നല്ല. അല്ല, വേറൊരു കാര്യം മനസ്സിലാക്കണം. ഈ ഒരു കാര്യം ആദ്യം പറഞ്ഞത് ഈ വേനൽക്കാലം ആവുന്നു, പക്ഷികൾക്ക് വെള്ളം കൊടുക്കണം, കുരങ്ങുകൾക്ക് ആഹാരമില്ലാതെ അവർ വിഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ മുഖ്യമന്ത്രിയാണ്. കൊറോണ സമയത്ത്, ലോക്ക്ഡൗണിൻ്റെ സമയത്ത് അത് വേണ്ട പോലെ നമ്മളെല്ലാവരും ചെയ്തു ഏറ്റെടുത്തിട്ട്. അതിൽ നിന്ന് ഒരു പ്രചോദനം സുരേഷ് ഗോപി ഉൾക്കൊണ്ടു. കാരണം സുരേഷ് ഗോപിയുടെയും കൂടി മുഖ്യമന്ത്രിയാണല്ലോ പിണറായി വിജയൻ. അത് ഉൾക്കൊണ്ടിട്ട് അദ്ദേഹം പ്രാവുകൾക്ക് വെള്ളം കൊടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ അദ്ദേഹം പോയ സ്ഥലം തെറ്റി. പക്ഷികൾക്ക് വെള്ളം കൊടുക്കാൻ പോയ സ്ഥലം തെറ്റി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലാണ് റെയിൽവേ സ്റ്റേഷനിൽ വെള്ളത്തിന് ഒരു പഞ്ഞുമില്ല. നായകൾക്കും പട്ടികൾക്കും പൂച്ചകൾക്കും പക്ഷികൾക്കും ഒക്കെ അവിടെ വെള്ളം കിട്ടും. കാരണം എന്താ വെച്ചാൽ ഈ ട്രെയിനിലേക്ക് നിറയ്ക്കാനുള്ള വെള്ളത്തിൻ്റെ വലിയ പൈപ്പുകൾ ഉണ്ട്, അത് ലീക്കാണ് പലയിടത്തും. ആ ലീക്ക് വെള്ളം ആണ് ഇവർ ഉപയോഗിക്കുന്നത്. അത് എത്രയോ ഫോട്ടോഗ്രാഫർമാർ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുപോയി ചട്ടി വെക്കേണ്ട കാര്യമില്ല. ചട്ടി വെക്കേണ്ട സ്ഥലങ്ങളിലല്ല ചട്ടി വെക്കുന്നത്. അതായത് എവിടെയാണ് ചട്ടി വെക്കേണ്ടതെന്ന് പോലും അറിയാത്ത ഒരാളാണ് തൃശ്ശൂർ എടുക്കാൻ വരുന്നത്. സ്വാമി പറയുന്ന ഒരു കാരണവശാലും തൃശ്ശൂർ ജയിക്കില്ല എന്നതാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് വടക്കനാഥ. സുരേഷ് ഗോപിക്ക് ഒരു കാര്യം വേണമെങ്കിൽ ചെയ്യാം. ഒരു 10-30 കോടി രൂപ മുടക്കിയിട്ട് തൃശ്ശൂർ MP SG എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ പിടിക്കാം. SG അഥവാ തൃശ്ശൂർ എന്ന് പറഞ്ഞൊരു സിനിമ പിടിക്കാം. അത് ചിലപ്പോൾ സൂപ്പർ ഹിറ്റായി എന്ന് വരും. എന്തുകൊണ്ടാണ് അതിന് വേണമെങ്കിൽ ഞാൻ തിരക്കഥ എഴുതാം. അല്ല, അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അപ്പോൾ പടം പിടിച്ചാൽ മാത്രമല്ല, അല്ലാതെ ജയിക്കാൻ യാതൊരു സാധ്യതയില്ല. ഉറപ്പാണ്. അതുപോലെ തന്നെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ വടക്കനാഥൻ്റെ ക്ഷേത്രത്തിൻ്റെ മണ്ണിലാണ് നിൽക്കുന്നത്. ഇതേ മണ്ണാണ് ശരിക്കും പുത്തമ്പള്ളിയുടെ മണ്ണ്, അല്ലെങ്കിൽ ഇതേ ശരിക്കും ഈ അമ്പലത്തിൽ പെട്ടതാണ് എന്ന് പറയും. കൃഷ്ണരാജിൻ്റെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ താങ്കൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കും, സ്വാമി കണ്ടിട്ടുണ്ടാവും. ഇത്തരം രീതിയിലേക്കൊക്കെയുള്ള സംഭവങ്ങൾ എന്താണ് നമുക്ക് സൂചിപ്പിക്കുന്നത് ശരിക്കും? അല്ല, ഞാൻ പറയട്ടെ, അവർക്ക് ചരിത്രത്തെക്കാൾ കൂടുതൽ താല്പര്യം ഐതിഹ്യങ്ങളിലാണല്ലോ. ഈ കൃഷ്ണരാജിനെ പോലെയുള്ള ഭംഗിഭ്രാന്തന്മാർക്ക് അവർ ഐതിഹ്യത്തിൽ വിശ്വസിക്കുന്നത്. അപ്പോൾ പരശുരാമൻ മഴ എറിഞ്ഞ് അറബിക്കടലിൽ നിന്നുണ്ടാക്കിയ ഈ ഭൂമി ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു എന്നാണ്. അപ്പോൾ ഇവിടെയുള്ള ഭൂമി മുഴുവൻ ബ്രഹ്മസത്തിൻ്റെയാണ്, ബ്രാഹ്മണരുടെയാണ്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ ഭൂമിയും ബ്രാഹ്മണർക്ക് കിട്ടാൻ വേണ്ടി, അതായത് പരശുരാമൻ അനുഗ്രഹിച്ച ബ്രാഹ്മണർക്ക് മാത്രം കിട്ടാൻ വേണ്ടിയിട്ട് കൃഷ്ണരാജ് ഒരു കേസ് കൊടുക്കട്ടെ. കാരണം പഴയതൊക്കെ പിടിച്ചെടുക്കുകയാണല്ലോ ഇവരിപ്പോൾ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് മുഴുവൻ ബ്രാഹ്മണർക്ക് കൊടുക്കണം. അതിന് ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് കൊടുക്കട്ടെ. അപ്പോൾ NSSകാർ സമ്മതിക്കുമെന്ന് നോക്കാം, നമുക്ക് SNDPക്കാർ സമ്മതിക്കുമെന്ന് നോക്കാം, PKSകാർ സമ്മതിക്കുമെന്ന് നോക്കാം, ഇവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർ സമ്മതിക്കും. കാരണം BJPയുടെ ഓഫീസ് പോലെ ഏതെങ്കിലും ബ്രാഹ്മണൻ്റെ ആവും, ഇല്ലം വകയാവും. അപ്പോൾ അതൊക്കെ പിടിച്ച് എടുക്കണോ? ആ കേസ് കൊടുക്കട്ടെ കൃഷ്ണരാജ്, നോക്കാം നമുക്ക്. പള്ളിയുടെ കാര്യം പറയുമ്പോൾ പള്ളിയുടെ കാര്യം ഇവിടെ ഭൂമി എന്ന് പറഞ്ഞ മുഴുവൻ ഇവരുടെ ഐതിഹ്യ പ്രകാരം ബ്രാഹ്മണൻ്റെയാണ്. അല്ല, ഞാൻ പറയുന്നത് ഇത്തരം ഇപ്പോൾ ബാബു പറഞ്ഞ പോലെ, അപ്പോൾ ഞാൻ പറയുന്നത് ഇത്തരം രീതിയിലേക്കുള്ള പള്ളികളും ഇതൊക്കെ മുൻപ് ചരിത്രത്തിൽ അമ്പലമായിരുന്നു അന്നൊക്കെ, അത്തരം രീതിയിലേക്ക്. അല്ല, അതിന് മുമ്പ് ഇവിടെ പ്രകാശ് രാജ് എന്ന് പറഞ്ഞ പ്രശസ്തനായ സിനിമാ നടൻ വന്നപ്പോൾ ഈ കേരള സാഹിത്യ അക്കാദമിയിൽ നടന്ന ഇൻ്റർനാഷണൽ ലിറ്റററി ഫെസ്റ്റിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അത് അദ്ദേഹമല്ല ആദ്യമായിട്ട് പറഞ്ഞത്, കുറേ ആളുകളിവിടെ പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം ഉള്ളിൽ ഓർത്തെടുത്ത് ആ സമയത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇവിടെയുള്ള പല അമ്പലങ്ങളെയും കുഴിച്ചു നോക്കിയാൽ നമുക്ക് ജൈന ക്ഷേത്രങ്ങളുടെയും ബുദ്ധക്ഷേത്രങ്ങളുടെയും ഇത് കാണാം. അപ്പോൾ അവർ തിരിച്ചെടുക്കാൻ വരികയാണെങ്കിലോ? ഇത് ഹിന്ദു ഭാരതം ആവാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവർ ഈ പണിയെടുക്കുന്നത്. ഹിന്ദുത്വ ഭാരതം, ആർഷഭാരതം, മറിച്ച് ബോധിഭാരതം ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കുറേ ബുദ്ധന്മാർ വരികയാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഈ വടക്കുന്നാഥൻ ക്ഷേത്രം ഉൾപ്പെടെയുള്ളത് അവർ പിടിച്ചെടുത്തുകൊണ്ട് പോകും. സ്വാമി, താങ്കൾ സ്വാമിയാണ്. സ്വാമി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഇവരൊക്കെ പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ഉത്തർപ്രദേശ് ഭരിക്കുന്നത് യോഗി ആദിത്യനാഥാണ്. ശരിക്കും എന്നെ സംബന്ധിച്ചതും ഞാൻ പറയണത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ശരിക്കും സ്വാമിമാർ ഒരിക്കൽ പോലും ഭരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. സ്വാമിമാർ നന്മ പറഞ്ഞു കൊടുത്ത് മാറി നിൽക്കേണ്ട ആളുകളാണ്. അവർ ഭരണാധികാരികളാവാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പ്രേക്ഷകർ ചിലപ്പം നമ്മൾ രണ്ടുപേരും തെറി പറഞ്ഞേക്കാം. സ്വാമിമാർ ശരിക്കും
അത് യോഗി ആ ലെവലിലേക്ക് സ്വാമിമാരായിട്ട് മാറി നിൽക്കുന്നതിനപ്പുറത്തേക്ക് ഭരണാധികാരികളാവുമ്പം ശരിക്കും ഇത്തരം രീതിയിലേക്കുള്ള സംഭവങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കാര്യം മതപരമായ കാര്യങ്ങൾ മതപരമായ താല്പര്യം ശരിക്കും രാജ്യത്തിൻ്റെ ഒരു അജണ്ടയായി കൊണ്ടുവരിക എത്രത്തോളം ഭാവിക്കത് ഭൂഷണമാണെന്നാണ്. മതപരമായ താല്പര്യങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിന് എതിരായ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെയും പ്രസ്ഥാനത്തിൻ്റെയും പ്രായോഗികതയുടെയും പേരാണ് മതേതര ജനാധിപത്യ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഞാൻ മതേതര ജനാധിപത്യ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരു സ്വാമിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും. പക്ഷേ സ്വാമിമാർ രാഷ്ട്രീയത്തിൽ ഇടപെടരുത് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഏത് മതേതര ജനാധിപത്യ വ്യവസ്ഥയിലും ഏത് സ്വാമിയും ഏത് ബിഷപ്പും ഏത് മുക്രിയും മൗലവിയും അല്ലെങ്കിൽ ജനാബും ആരാണെങ്കിലും അവരും ഒക്കെ തന്നെ ഇന്ത്യയിലെ പൗരന്മാരാണ്, അഥവാ ആ വ്യവസ്ഥയിലെ പൗരന്മാരാണ്, വോട്ടവകാശമുള്ള പൗരന്മാരാണ്. അപ്പോൾ സ്വാമിമാരുടെ വോട്ട് വേണം, ബിഷപ്പുമാരുടെ വോട്ട് വേണം, അതുപോലെ മൗലവിമാരുടെ വോട്ട് വേണം. നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടരുത് എന്ന് പറയുന്നതിനോട് അല്ല, ഞാൻ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന സ്വാമിയോട് പറഞ്ഞില്ല. അതായത് ഭരണാധികാരികളാവുമ്പോഴുള്ള ഒരു പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ശരി, രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിൻ്റെ ഒരു സ്വഭാവമാണ് ഭരണാധികാരിയാവുക. തീർച്ചയായും. അല്ല, എൻ്റെ മാത്രം കാഴ്ചപ്പാടാണ്. സ്വാമി തിരുത്തിയിൽ സന്തോഷമുണ്ട് ഭരണാധികാരിയാവുക എന്നുള്ളത്. പക്ഷേ യോഗി ആദിത്യനാഥ് ഭരണാധികാരിയായത് അയാളിപ്പോൾ കാക്കി പാൻറ്റും വെള്ള ഷർട്ടും ഇട്ടിട്ട് ഭരണാധികാരി കസേരയിൽ ഇരുന്നാലും ഇതിലപ്പുറം പറയുകയോ ചെയ്യുകയോ ചെയ്യില്ല. കാരണം അയാളുടെ അടിസ്ഥാന പ്രശ്നം ഗോഡ്സയെ വാർത്തെടുത്ത പാഠശാലയിലാണ്, ഹിന്ദുത്വ താലിബാനിലാണ് അയാൾ പഠിച്ചു വളർന്നത് എന്നുള്ളതാണ് അയാളുടെ പ്രശ്നം. അല്ലാണ്ട് അയാൾ സ്വാമിയാണ്, കാവി ധരിച്ചു രാഷ്ട്രീയ കസേരയിൽ ഇരിക്കുന്നു എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. അയാളുടെ പാഠശാല തെറ്റാണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഗോഡ്സെ പാഠശാല, ഗോഡ്സെ ഉണ്ടാക്കുന്ന പാഠശാല മനുസ്മൃതിയാണ്. മനുസ്മൃതിയല്ല, ഗോഡ്സെ ഉണ്ടാക്കുന്ന പാഠശാല ഒരു പ്രത്യേകതയുണ്ട്. അത് മനുസ്മൃതിയുടെ പാഠശാലയല്ല. മനുസ്മൃതിയുടെ പാഠശാല വളരെ വ്യക്തമാണ്. മനുസ്മൃതിക്ക് മനുവിന് അച്ഛനുണ്ട്, ഗോഡ്സെയുടെ പാഠശാലയ്ക്ക് അച്ഛനില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് പറയാൻ വെച്ചാൽ വളരെ എളുപ്പമായിട്ട് പറയാം. മനുസ്മൃതി പറയും ചാതുർവർണ്ണാധിഷ്ഠിത ധർമ്മവ്യവസ്ഥയാണ് എൻ്റെ ഭരണവ്യവസ്ഥ. മനു പറയും, ഒരു സംശയവുമില്ല. അതിൽ ബ്രാഹ്മണൻ മേൽക്കോയ്മയുണ്ട്. ബ്രാഹ്മണൻ ഒരു കൊല ചെയ്താൽ അയാൾക്ക് ശിക്ഷയില്ല, 101 ഗായത്രി ജപിച്ചാൽ മതി. പക്ഷേ ശൂദ്രൻ ഒരു കൊല ചെയ്താൽ അയാളെ കൊല്ലും, തൂക്കിക്കൊല്ലും. അതാണ് നിയമം. അതായത് വിവേചനപരമാണ് നിയമം. അത് മനു വളരെ തുറന്ന് പറയും, ഒളിച്ചു വയ്ക്കൊന്നുമില്ല. സ്വാമി ശരിക്കും ഈ മനുസ്മൃതി ശരിക്കും പഠിച്ചിട്ടുണ്ടോ? ഞാൻ എല്ലാം പഠിച്ചു. തീർച്ചയായും അതിനെക്കുറിച്ച് ശരിക്കും ഒരു എപ്പിസോഡ് തന്നെ വേണം. ഇപ്പോൾ അതിലേക്ക് പോകണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു വരട്ടെ. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ളത് സംസാരിച്ച് പോകാണ്ടിരിക്കും. ഓക്കെ, മനസ്സിലായി. എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്ക്, മനസ്സിലായി. നിങ്ങൾ പ്രക്ഷേപണം ചെയ്യുമെന്നുള്ളത് വേറെ കാര്യം. 100%. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. ഞാൻ പറഞ്ഞത് ഇത് കഴിഞ്ഞാൽ തന്നെ ശരിക്കും മനുസ്മൃതിനെ പല ആളുകൾക്കും മനുസ്മൃതി എന്താണ് തീർച്ചയായും അതൊരു എപ്പിസോഡായിട്ട് മാറ്റാമെന്ന് പറഞ്ഞു. മനു വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. മനു വ്യക്തമായിട്ട് ഒരു ഒളിമറവും ഇല്ലാതെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ആളാണ്. RSSകാരെ എപ്പോഴെങ്കിലും ഒളിമറവില്ലാതെ ഒരു കാര്യം സമ്മതിക്കും. അവർ പറയുമോ ചാതുർവർണ്ണാധിഷ്ഠിതമായ ധർമ്മവ്യവസ്ഥയാണ് ഞങ്ങൾ അഭിലഷിക്കുന്ന രാജ്യം എന്നവർ പറയുമോ? ഗോഡ്സെ ഹിന്ദുരാഷ്ട്രവാദിയായിരുന്നു, ഞങ്ങളും ഹിന്ദുരാഷ്ട്രവാദികളാണ് എന്ന് അവർ പറയുമോ? പറയാത്ത തന്തയില്ലാത്തതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യയശാസ്ത്രം എൻ്റെയാണ് എന്ന് പറയണമെങ്കിൽ എനിക്കൊരു തന്തയുണ്ടാവണം. അതില്ല. ഫാഷിസത്തിന് തന്തയില്ല. അതാണ് ഫാഷിസത്തിൻ്റെ പ്രത്യേകത. അവരെപ്പോൾ വേണമെങ്കിൽ അപ്പനെ മാറ്റും. അത്രയും വ്യക്തമാണ്. അത്രയും വ്യക്തമാണ്. ഞാൻ പറയുന്നത് ഇപ്പോൾ സുരേഷ് ഗോപി ശരിക്കും ഇപ്പോൾ ഈ മണ്ണിൽ ഇപ്പം നിൽക്കും എന്നുള്ളത് ഏതാണ്ട് ബോധ്യമായിരിക്കുകയാണ്. ഇപ്പോൾ ശരിക്കും താങ്കൾ പറയുന്നത് മണ്ണിൽ നിൽക്കാം, കള്ളുപിടിച്ച് ഉറക്കാത്ത നെല്ലുണ്ടെങ്കിൽ മണ്ണിൽ നിൽക്കാൻ പറ്റും. സ്വാമിയുടെ ഒരു അഭിപ്രായത്തിൽ 100% സുരേഷ് ഗോപി എന്നുള്ള വ്യക്തി ഇവിടെ ജയിക്കില്ല എന്നാണ് പറയുന്നത്. കാര്യം അത്രയേറെ വർക്ക്. ഇപ്പോൾ ഞാൻ പുത്തമ്പള്ളിയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നേരെ നമ്മുടെ മാതാവിന് കിരീടം വെക്കുന്നു, അതിനപ്പുറത്തേക്ക് എന്തുകൊണ്ടാണ് കിരീടം മാതാവ് സ്വീകരിച്ചില്ല, നിലത്ത് വീണു പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, കൊല്ലത്ത് ചെയ്യാത്ത ഒരു കിരീടം ഇവിടെ കൊണ്ടുവന്നത് ശരിക്കും വോട്ട് ലക്ഷ്യമാണോ? വോട്ട് ലക്ഷ്യമായിട്ടാണ്. അതിനൊരു കുഴപ്പമില്ല, വോട്ട് ലക്ഷ്യമായിട്ടാണ്. മണിപ്പൂർ പ്രശ്നം പറഞ്ഞപ്പോൾ എന്താ സുരേഷ് ഗോപി പറഞ്ഞത്? അവിടെ ആണുങ്ങൾ നോക്കിക്കൊള്ളുന്നല്ലേ? അല്ലേ? അപ്പോൾ ഇവിടെ ആണുങ്ങൾ നോക്കാണ്ടെന്ന് ക്രിസ്ത്യാനികളിൽ ആണുങ്ങളുണ്ട്. സുരേഷ് ഗോപി മാത്രമല്ല ആണ്. തന്തയ്ക്ക് പറഞ്ഞവൻ ആവണം എന്ന് സിനിമയിൽ പറയുന്നുണ്ട് സുരേഷ് ഗോപിയുണ്ട്. തന്തയ്ക്ക് പറഞ്ഞ ആൾ സുരേഷ് ഗോപി മാത്രമല്ല. തൃശ്ശൂരുള്ള എല്ലാ ക്രിസ്ത്യാനികളും, എല്ലാ നായന്മാരും, എല്ലാ ഈഴവരും, എല്ലാ ബ്രാഹ്മണരും എല്ലാവരും തന്തയ്ക്ക് പറഞ്ഞവരാണ്.
അവര് നോക്കിക്കോളും. സ്വാമി ഇത്തരം രീതിയിലൊക്കെ ശരിക്കും ഈ പള്ളി കൊല്ലത്തുനിന്ന് ഒരാൾ ഇങ്ങോട്ട് വരണ്ട. അതെ, പക്ഷേ ഞാൻ സ്വാമിക്ക് അത് പറയാനുള്ള 100% അർഹതയുണ്ട്. കാര്യം തൃശ്ശൂർക്കാരനാണ്. അതുകൊണ്ട് അത് വേറെ. അതിനപ്പുറത്തേക്ക് ഈ തൃശ്ശൂർ ശരിക്കും സുരേഷ് ഗോപി എടുക്കും എന്ന് പറയുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം പള്ളികളുടെ പ്രശ്നങ്ങളൊക്കെ ഉന്നയിക്കുന്ന സമയത്ത് ക്രിസ്ത്യൻ വോട്ടുകളുടെ വല്ലാത്തൊരു ക്രിസ്ത്യൻ വോട്ടുകൾ ചെയ്യാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനികൾ ശരിക്കും അത്ര മണ്ടന്മാരല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. കാര്യം അവർ വളരെയധികം സൂക്ഷിച്ച് മാത്രമേ ചെയ്യുള്ളൂ. ഒന്നാമത്തെ മണിപ്പൂർ അവരുടെ മുന്നിൽ കത്തി നിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അത് ഇനിയിപ്പോൾ എത്ര ഊതിക്കെടുത്തിയാലും അത് തന്നെയാണ്. അവർക്കത് എന്തായാലും ഉണ്ടാവും. ഒരു മതത്തിനെ അധിക്ഷേപിക്കുന്ന രീതിയിലേക്കും ഒരു മതത്തിൻ്റെ ആളുകളെ അല്ലെങ്കിൽ പള്ളി പൊളിക്കുന്ന രീതിയിലേക്ക് അവിടെ പോയത് 100% സത്യാവസ്ഥയാണ്. ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണെന്ന് പറയുമ്പോഴും ക്രിസ്ത്യാനികളുടെ ഒരു രീതി ഞാൻ പറയാം. അവരുടെ ബിഷപ്പ് സുരേഷ് ഗോപിയുടെ കൂടെ വേദി പങ്കിടും. വേദി പങ്കിട്ടിട്ട് ഇതേ ബിഷപ്പ് അവരുടെ രഹസ്യ യോഗത്തിൽ പറയും, ഞാൻ വേദി പങ്കിട്ട് വെച്ചിട്ട് നിങ്ങൾ വോട്ട് ചെയ്യണ്ട. ഞാൻ വേദി പങ്കിട്ടതിന് വേറെ കുറേ കാരണങ്ങളുണ്ട്. അതിപ്പോൾ നിങ്ങളോട് പറയാൻ പറ്റുന്നതുകൊണ്ട് പറയാൻ പറ്റാത്തതുണ്ട്. എന്തായാലും വോട്ട് അയാൾക്ക് ചെയ്യണ്ട, ഞാൻ എന്തായാലും അയാൾക്ക് വോട്ട് ചെയ്യില്ല എന്ന് പറയും. അതായത് സംഭവം നഷ്ടക്കച്ചവടമാണ് ശരിക്കും എന്ന് പറയാം. അതാണ് രീതി. PC ജോർജിനെയൊക്കെ കൊണ്ടുവന്നിട്ട് ക്രിസ്ത്യാനികളെ സ്വാധീനിക്കാൻ പറ്റും. PC ജോർജിനെ കൊണ്ടുവന്നിട്ട് ആരെയും സ്വാധീനിക്കാൻ പറ്റില്ല. കാരണം അയാളൊരു കോമിക് കഥാപാത്രമാണ് കേരള രാഷ്ട്രീയത്തിലെ. സ്വാമി പറയുന്നത് അപ്പോൾ 100% എന്താണ് പറയാം, ഇല്ല എന്ന് പറയാം. ജയിക്കുമെന്നുള്ള സാധ്യത തൃശ്ശൂർക്കാർക്ക് പല ആളുകൾക്കും നന്നായിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂർക്കാർക്ക് ആ ഒരു ധാരണ ഒന്ന് തിരിച്ചു കൊടുക്കാമോ സ്വാമി? അങ്ങോട്ട് നോക്കിയിട്ട് എന്താണ് സംഭവം? സ്വാമി ജയിക്കില്ല എന്ന് പറയുന്നതിന് വ്യക്തമായ കാരണം എന്താണെന്ന് തൃശ്ശൂരോട് പറയാമോ? അതായത് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ ഇവർ നമ്മളൊക്കെ ബഹുമാനിക്കും ചിലപ്പോൾ. കാരണം അയാളൊരു കലാകാരനാണ്. അതുപോലെ പല കലാകാരന്മാരെയും നമ്മൾ ബഹുമാനിക്കുന്ന പോലെ തന്നെ സുരേഷ് ഗോപിയെ നമ്മൾ ബഹുമാനിക്കും. അത് അയാളുടെ കലയോടുള്ള ബഹുമാനമാണ്. പക്ഷേ അയാളുടെ രാഷ്ട്രീയം BJP ആയിട്ട് അയാളിവിടെ വരുമ്പോൾ BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വേരോടാവുന്ന ഒരു സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ, വിദ്യാഭ്യാസപരമായ പശ്ചാത്തലമല്ല തൃശ്ശൂരിനുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് സുരേഷ് ഗോപി ഇവിടെ ജയിക്കില്ല. തീർച്ചയായും. അപ്പോൾ സുരേഷ് ഗോപി ഒരിക്കൽ പോലും ജയിക്കില്ല എന്ന് തന്നെയാണ് സ്വാമിയുടെ ഒരു പ്രവചനം അല്ലേ? അങ്ങനെ തന്നെയാണ്. പ്രവചനമല്ല, ഉറപ്പാണ്. അപ്പോൾ നന്ദി, നമസ്കാരം.